ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ രാവിലെ ഒരു ഇഡലിയും അതിൻ്റെ കൂടെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഡലിക്ക് ഇന്നലെ അരച്ച് വെച്ചതാണ്. അപ്പം നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇഡലി തട്ടിലോട്ട് ഒഴിച്ച് അതൊന്ന് വേഗം വെക്കാം കേട്ടോ. 2 തട്ട് ആദ്യം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അടുത്തത് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ ആദ്യം ഇഡലി വെന്തിട്ടുണ്ട്. ആദ്യത്തെ തട്ടിൽ ഇഡലി വെന്ത് നല്ല സോഫ്റ്റോട് കൂടിയിട്ടായിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ കുത്തിയിട്ടതാട്ടോ. നല്ല മയമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇഡലിക്ക്. അതിനുശേഷം രണ്ടാമത്തെ തട്ട് നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി അതും ഒന്ന് വെന്ത് വരണം. അപ്പോഴേക്കും നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാതെ. ഇനി കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ കേട്ടോ. ആ കഷ്ണങ്ങളും പരിപ്പ് ഞാൻ ആദ്യം വേവിച്ച് വെച്ചതാണ്. ആ പരിപ്പും അതിനകത്തോട്ട് ഈ കഷ്ണങ്ങളിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ച് ഇറക്കാം കുക്കറിനകത്തിട്ടേ. ഇല്ല, പരിപ്പ് സെപ്പറേറ്റ് ഇട്ട് വേവിച്ചില്ല, അത് വേഗിയല്ല. ഇച്ചിരി കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പിന്നെ സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 3 പൊടിയേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കാരണം സാമ്പാർ പൊടിക്കകത്ത് ഓൾറെഡി ഉണ്ടല്ലോ കായം, പിന്നെ ശകലം പുളിയും. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കഷ്ണം എല്ലാം നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടേ. നമുക്കിതിനകത്തോട്ടെല്ലാം ഒന്ന് മൂപ്പിച്ച് ചേർക്കണം. ആദ്യം തന്നെ നമ്മളാണ്ട് ഈ ഉള്ളിയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടോ. അതിൻ്റെ ആ എണ്ണയിലോട്ടാണ് ഈ പൊടികൾ ഇട്ടത്. പിന്നെ അതിലോട്ട് തന്നെ പുളിവെള്ളം ഒഴിച്ച് ഇനി അതൊരു തിള വരുമ്പോൾ നമ്മൾ ഈ സാമ്പാറിലോട്ട് നമ്മളതങ്ങ് ഒഴിച്ച് കൊടുക്കുവേ. ഒരു ശകലം തിളച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് കേട്ടോ. ആ തിളയോട് കൂടിയിട്ട് വേണം ഇതെല്ലാം ഒഴിച്ച് കഴിക്കാൻ. മൂക്കണം ആ പൊടികൾ. ശേഷം നമ്മൾ സാമ്പാറിലോട്ട് അതങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതങ്ങ് ഒഴിച്ച് കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം സാമ്പാർ. ഈ സാമ്പാർ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ആദ്യം വറുത്ത് മാറ്റിയേക്കണം. ഞാൻ ആദ്യം വറുത്ത് മാറ്റിയായിരുന്നു. എന്നിട്ട് സബോളയും കുഞ്ഞുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ അവ രണ്ടും കൂടെ നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് തിള വന്ന ശേഷം അപ്പം നേരെ നോക്കിക്കാൻ നമ്മുടെ സാമ്പാർ നല്ല റെഡി ആയിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിലല്ലേ എല്ലാവരും കഴിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കി രാവിലെ ഇഡലി നല്ല മഴയുള്ള ഇഡലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു സാമ്പാറും കൂടി ഒഴിച്ച് അങ്ങ് രാവിലെ ഒരു പിടുത്തങ്ങ് പിടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്നാണെന്ന് ഉണ്ടാക്കിയേക്കണേ, കമൻറ്റ് ഇടണേ. എല്ലാവരും ഇങ്ങനെ തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടോ എന്നെ കൂട്ട്? നമ്മളിപ്പോൾ കഷ്ണം ഇല്ലെങ്കിൽ വെച്ചാണ്ട് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും ഒരു കഷ്ണം എടുക്കുക, ഇച്ചിരി പരിപ്പിടുക. സാമ്പാർ പൊടി പിന്നെ എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.